ഇന്ന് ഞാനും മോളും കൂടെ കൂടി ബീച്ചിൽ പോവാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ 8154. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ബീച്ചിലാണ്. ഈ ബീച്ച് നമ്മുടെ കേരളത്തിലുള്ള ഒരു ബീച്ചല്ല, ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചാണ്. നല്ല അടിപൊളി ബീച്ചാണ്. മുട്ടം ബീച്ച് എന്നാണ് ഇതിന്റെ പേര്. ഇത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കോവളം അല്ലെങ്കിൽ കന്യാകുമാരി ഒക്കെ കറങ്ങാനായിട്ട് വരുന്നവർക്ക് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ബീച്ചാണ് ഇത്. നല്ല രീതിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. ഇവിടെ വേറൊരു സംഭവം കൂടെ ഉള്ളത്, മുട്ടം ലൈറ്റ് ഹൗസ് ഉണ്ട് ഇവിടെ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു തുറമുഖം കൂടി ഉണ്ട്, മുട്ടം തുറമുഖം. ഓക്കെ, ഹാർബറും കൂടെ കൂടിയതാണ് നമ്മുടെ ഈ മുട്ടം എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഈ ബീച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ ഹാർബറും ഈ ലൈറ്റ് ഹൗസും എല്ലാം കൂടെ കൂടി ഒരു ദിവസം തന്നെ നമുക്ക് കണ്ടേച്ച് പോകാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ ഇന്ന് കവർ ചെയ്യുന്നത് നമ്മുടെ ബീച്ച് മാത്രമാണ്. അതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആ ലൈറ്റ് ഹൗസും കൂടെ കൂടി കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ബീച്ചിലേക്ക് എത്തിച്ചേരേണ്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോവിലിൽ നിന്ന് 17 കിലോമീറ്ററും കന്യാകുമാരിയിൽ 33 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. അതുപോലെ തന്നെ തിരുവനന്തപുരം സൈഡിൽ നിന്നാണ് വരുന്നത് എങ്കിൽ 80 കിലോമീറ്റർ തിരുവനന്തപുരത്തു നിന്നും കോവളം ബീച്ചിൽ നിന്ന് 60 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ എത്തിച്ചേരേണ്ട കറക്റ്റായിട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണവാളക്കുറിച്ചി പാലം. മണവാളക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാലമുണ്ട്. ആ ബ്രിഡ്ജ് ജസ്റ്റ് കഴിയുന്നിടത്തുനിന്ന് റൈറ്റ് സൈഡിലേക്ക് കടിയപട്ടണം പോകുന്ന റൂട്ട്, ആ റൂട്ടാണ് നമുക്ക് കയറി പോകേണ്ടത്. ആ വഴി നല്ല വഴിയാണ്, ഇച്ചിരി വീതി കുറവുള്ള വഴിയാണെന്നുള്ളൂ, പക്ഷെ നല്ല വഴിയാണ്. പിന്നെ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ അമ്മാണ്ടിവിള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് റൈറ്റ് എടുത്താലും നമുക്ക് ഈ മുട്ടം ബീച്ചിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തമിഴിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ അറിയാൻ പാടില്ലാത്തതൊന്നും കുഴപ്പമില്ല. എന്തായാലും പോലീസിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇറങ്ങുന്നവർ സൂക്ഷിക്കാമെന്നോ അല്ലെങ്കിൽ ഒരുപാട് താഴത്തേക്ക് പോകരുത് എന്നൊക്കെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ വന്ന സമയം ഒരു 4 മണിയായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, ഒരു 3-5 പേര് മാത്രമേ ഉള്ളൂ. അത് വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവ്. വീക്കെൻഡ്സിൽ ഇവിടെ നല്ല തിരക്കാണ്. ഒരു 200-300 പേരെങ്കിലും മിനിമം ഇവിടെ എല്ലാ പ്രാവശ്യവും വരും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ബീച്ചാണ്. പിന്നെ ഇവിടെ ഔട്ട്ഡോർ ഷൂട്ടിങ്, പിന്നെ സേവ് ദ ഡേറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് പിടിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. കാരണം ആ ഒരു മാൽദീവ്സിലെ ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു പ്രതീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സേഫായിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് ഇത്. പിന്നെ കോസ്റ്റ് ഗാർഡ്സും ഒക്കെ ഉണ്ട്, അങ്ങിങ്ങായിട്ട് കോസ്റ്റ് ഗാർഡ്സൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. മുട്ടം ബീച്ചിൽ ഒരുപാട് തമിഴ് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഇറങ്ങിയ ഗപ്പി എന്ന് പറയുന്ന നമ്മുടെ ഒരു മലയാള സിനിമയിൽ 2-3 സീൻസ് ഈ മുട്ടം ബീച്ചിലാണ് പിടിച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രോഹിണി ചേച്ചിയും ചേതനും വീൽ ചെയറിലിരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അത് ഈ മുട്ടം ബീച്ചിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ സെൽഫി എടുക്കാനായിട്ട് ഓടി വരുന്ന കുറച്ച് സീൻസ് ഉണ്ട്, അതും ഈ മുട്ടം ബീച്ചിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സേഫ്റ്റിയുടെ കാര്യമാണ്. വളരെ സേഫായിട്ട് തന്നെ നിൽക്കുക. കടലായതുകൊണ്ട് തന്നെ മാക്സിമം സൂക്ഷിക്കുക. പിള്ളേരെ ഒരു കാരണവശാലും തനിച്ച് വിടാണ്ടിരിക്കുക. അത് പേരൻസ് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. കടലായതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും തിര വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തിരമാലകൾ വളരെ ശാന്തമായിട്ടാണ് ഈ മുകളിലേക്ക് കയറി വരുന്നത്. പക്ഷേ ആ കല്ലിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പുറത്തേക്ക് പോകാണ്ടിരിക്കുക. കാരണം പായലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്, നല്ല വഴുക്കലുണ്ട് കല്ലുകളിൽ. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. പിന്നെ കുട്ടികളാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി നിൽക്കാണ്ട് പേരൻസ് നോക്കേണ്ടതാണ്. കാരണം തിരമാല ഏത് രീതിയിലായിരിക്കും വരുന്നതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ നേരത്തെ ഇവിടെ കയറിയിരുന്ന് ഫോട്ടോസോ ഒക്കെ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും കയറിയിരുന്ന ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ആ വെള്ളം ഒരുപാട് കയറി വരുന്ന സൈഡിലേക്ക് പോകാതെ ഇരിക്കുക. കാരണം കല്ലിൻ്റെ ഗ്യാപ്പിൽ കൂടെ വെള്ളം കയറി വന്ന് നമ്മളെ അടിച്ച് താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഈ പായൽ പിടിച്ച ഭാഗത്തേക്ക് കയറാണ്ടിരിക്കാൻ മാക്സിമം. പായലില്ലാത്ത ഭാഗത്തോടൊക്കെ നമുക്ക് കയറിയിരുന്ന ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ പായൽ പിടിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാറക്കൂട്ടങ്ങളിലേക്ക് കയറുമ്പോൾ സൂക്ഷിക്കുക. മാക്സിമം കയറാണ്ടിരിക്കുക. കയറിയാലും നല്ലതുപോലെ സൂക്ഷിച്ച് മാത്രം കയറി പോവുക. ഈ പായലൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലതുപോലെ പായലുണ്ട്. അപ്പോൾ വഴുതി പോകാനായിട്ട് ചാൻസ് കൂടുതലുണ്ട്. കുട്ടികളെ മാക്സിമം ഇങ്ങോട്ട് വിടാതിരിക്കുക. പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ് ഇത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ശാന്തമായിട്ടുള്ള ഒരു വേവ്സാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ചാൽ നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. തിരുവനന്തപുരം ഭാഗത്തേക്കോ അല്ലെങ്കിൽ കന്യാകുമാരി നാഗർകോവിൽ ഈ ഭാഗത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഈ ബീച്ച് പ്രിഫർ ചെയ്യും. കാരണം അത്ര ഉണ്ട് നല്ല ഒരു ബീച്ച് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവളും എൻജോയ് ചെയ്തു.
പിന്നെ ഇപ്പുറ സൈഡിൽ, അതായത് നമ്മുടെ ബീച്ചിൻ്റെ ഇപ്പുറ സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ കയറി അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയാണ് കോസ്റ്റ് ഗാർഡ്സ് അവിടെയാണ് സാധാരണ നിൽക്കാറ്. അവിടെ ഇപ്പോൾ തന്നെ ഒരു കോസ്റ്റ് ഗാർഡ് അവിടെ നിൽപ്പുണ്ട്. പുള്ളിയോട് ഒരാൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ ബിസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ബിസിലടിക്കുന്നതിനനുസരിച്ച് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാതെ സൂക്ഷിക്കുക. ഈ ഭാഗത്തു നിന്നുള്ളൊരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നതാണ് വളരെ ഭംഗിയുണ്ട്. അങ്ങനെയായിട്ട് വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ടൂറിസം മേഖലയെ നല്ല രീതിയിൽ തന്നെ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സൂര്യാസ്തമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൂര്യാസ്തമയമാണ്. കാരണം നല്ല ഭംഗിയാണ് സൂര്യാസ്തമയം. ആ സൂര്യൻ അസ്തമിച്ച് പോകുന്ന കാണാൻ എന്നാ റെഡ്നെസ്സും ആ ഒരു ഭയങ്കര പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബീച്ചാണ് മുട്ടം ബീച്ച്. ഇവിടെ കുറച്ച് റീൽസൊക്കെ കുട്ടികൾ എടുക്കുന്നുണ്ട്. അവരുടെ ക്യാമറാമാന്മാരും പിന്നെ അതുപോലെ ഫാമിലീസൊക്കെയാണ് അവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് മുട്ടം ലൈറ്റ് ഹൗസ്. 6 മണിക്ക് ശേഷമാണ് ഇവിടെ ലൈറ്റ് ഓൺ ആക്കുന്നത്. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഒരു ഹാഫ് റെയിൻബോ ഞങ്ങൾക്ക് കാണാനായിട്ടിടയായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഹാഫ് റൗണ്ടേ ഉള്ളൂ, ഫുൾ റൗണ്ട് ഇല്ല. എവിടെയോ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ സൂചകമായിട്ടാണ് ഇപ്പോൾ ഈ മഴ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ആരും മറക്കണ്ട. വീണ്ടും കാണുന്നവരെ ശുഭദിനാശംസകൾ.